ലേണിംഗ് ഇത് മലയാളം ഗ്രാമറിൻ്റെ പാർട്ട് 7 ആണ് ക്ലാസ് 7ാം ഭാഗം. ഇന്ന് നമുക്ക് വിനേച്ചം പഠിക്കാം. ഇതിനു മുമ്പുള്ള പാർട്ട് 6ൽ നമ്മൾ പഠിച്ചത് ക്രിയയെ പറ്റിയായിരുന്നു. ക്രിയയുടെ വിവിധ തരംതിരിക്കലുകളായിരുന്നു. ക്രിയയുടെ ഒരു വിഭാഗമാണ്, ക്രിയയെ ഒരു രീതിയിൽ തരംതിരിച്ചു കഴിഞ്ഞതാണ് മുറ്റുവിനെയും പറ്റുവിനെയും. ഇതിൽ പറ്റുവിനയെ തന്നെ രണ്ടായി തരംതിരിക്കാമായിരുന്നു, പേരച്ചമെന്നും വിനയച്ചമെന്നും. വിനയച്ചം എന്ന് പറഞ്ഞാൽ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയയാണ്, അപൂർണ ക്രിയയാണ് വിനയച്ചം എന്ന് പറയുന്നത്. വിനയച്ചം തന്നെ നമുക്ക് 4 വിധമായിട്ട് തരംതിരിക്കാം: മുൻ വിനയച്ചം, പിൻ വിനയച്ചം, നടുവിനയച്ചം, അവസാനത്തേത് പാക്ഷിക വിനയച്ചം. ഇതിലെ വിനയച്ചം മുൻ വിനയച്ചം, അതായത് പൂർണ്ണക്രിയയ്ക്ക് മുൻപ് അപൂർണക്രിയ നടക്കുന്നതാണ് മുൻ വിനയച്ചം. ഉദാഹരണം: പിടിച്ചു കെട്ടി, തുറന്നു വിട്ടു. അതായത് പൂർണ്ണക്രിയയ്ക്ക് മുമ്പ്, അതായത് പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടി എന്നതാണ്, വിട്ടു എന്നുള്ളതുമാണ്. അപ്പോൾ പിടിച്ച് കെട്ടി തുറന്നു വിട്ടു. അപ്പോൾ അതിന് മുൻപാണ് പറയുന്നതെങ്കിൽ, അപൂർണക്രിയ പറയുന്നതെങ്കിൽ അത് മുൻ വിനയച്ചം. അടുത്തത് പിൻ വിനയച്ചം, പൂർണ്ണക്രിയയ്ക്ക് ശേഷം അപൂർണക്രിയ നടക്കുന്നത്. അതായത് തൊഴാൻ പോയി, ഉറങ്ങാൻ കിടന്നു, തൊഴാൻ വേണ്ടി പോയി, ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പോൾ അതിൽ വരുന്നത് പിൻ വിനയച്ചമാണ്. കാരണം പൂർണ്ണക്രിയയായ തൊഴാൻ അത് കഴിഞ്ഞിട്ടാണ് അപൂർണക്രിയ പറയുന്നത്. അടുത്തത് നടുവിനയച്ചം, ക്രിയയുടെ പ്രത്യയം ചേരാത്ത കേവല രൂപം അപൂർണക്രിയയായിട്ട് വന്നാൽ, അതായത് പ്രത്യയം ചേരാത്ത കേവല രൂപം അപൂർണക്രിയയായിട്ട് വന്നാൽ അത് നടുവിനയച്ചമാണ്. ഉദാഹരണം: പറക ശരിയല്ല, കൊടുക്ക പതിവാണ്. അതായത് പറക, കൊടുക്ക എന്നതൊക്കെ കേവല രൂപമാണ് ക്രിയയുടെ, അത് വന്നു കഴിഞ്ഞാൽ നടുവിനയച്ചം. അടുത്തത് പാക്ഷിക വിനയച്ചം, അപൂർണക്രിയ നടന്നാലേ പൂർണ്ണക്രിയ നടക്കൂ. അതായത് ഒന്ന് നടന്നാലേ മറ്റേത് നടക്കൂ എന്ന അർത്ഥത്തിൽ 2 ക്രിയകളും പരസ്പര ആപേക്ഷികമാണ് വരുന്നത്. ഉദാഹരണം: പഠിച്ചാൽ ജയിക്കാം, അതായത് പഠിച്ചാലേ ജയിക്കൂ, പഠിച്ചാൽ ജയിക്കാം, വിതച്ചാൽ കൊയ്യാം. ഇതെല്ലാം പാക്ഷിക വിനയച്ചത്തിന് ഉദാഹരണമാണ്. അടുത്തത് പ്രയോഗം. വാക്യത്തിൽ കർത്താവിനോ കർമ്മത്തിനോ പ്രാധാന്യം, കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് കാണിക്കുവാൻ ക്രിയയിൽ വരുത്തുന്ന മാറ്റമാണ് പ്രയോഗം. നമ്മൾ ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആയിട്ട് ഉപയോഗിക്കും. അതുതന്നെ കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും. കർത്തരി പ്രയോഗത്തിൽ കർത്താവിനാണ് പ്രാധാന്യം, കർമ്മണി പ്രയോഗത്തിൽ കർമ്മത്തിനാണ് പ്രാധാന്യം. ഉദാഹരണം: കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവന് പൂമാല അർപ്പിച്ചു. ഇവിടെ ദേവനാണ് പൂമാല അർപ്പിച്ചത്, ദേവനാണ് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. കർമ്മണി പ്രയോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂമാല ദേവന് അർപ്പിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ദേവനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പൂമാലയ്ക്കാണ്. പൂമാല ദേവന് അർപ്പിക്കപ്പെട്ടു. അപ്പോൾ കർമ്മമാണ് അവിടെ ആദ്യമായി അത് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് കർമ്മണി പ്രയോഗം. രാമൻ പാമ്പിനെ കൊന്നു, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അതായത് കർത്തരി പ്രയോഗത്തിലും കർമ്മണി പ്രയോഗത്തിലും പറഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇൻബോക്സിൽ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.